അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 ദുറൂസുൽ അഖായിദ്, അതിലെ 4ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. ഇതിനു മുമ്പുള്ള പാഠങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്ന ഷാഹിൽ മദ്രസ വേൾഡ് എന്ന ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് പോയിട്ട് അതാത് സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റ് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പാഠം നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. അൽ വഹദത്തുർ റാബിയ, 4ാമത്തെ പാഠം, ലഹുൽ അസ്മാ ഉൽ ഹുസ്ന. അപ്പോൾ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. അള്ളാഹു തആലയുടെ പേരും അവൻ്റെ മറ്റു വിശേഷണങ്ങളും നമ്മൾ എങ്ങനെയാണ് അറിഞ്ഞത്? അഹമ്മദ് ചോദിച്ചു. അതിനാണ് അള്ളാഹു തആല നബിമാരെ അയച്ചത്. അള്ളാഹു തആല പറയുന്നു, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർള് വഹുവൽ അസീസുൽ ഹക്കീം. അതിൻ്റെ അർത്ഥം നോക്കൂ. അള്ളാഹു തആല സൃഷ്ടാവും നിർമ്മാതാവും രൂപരചയിതാവുമാണ്. നല്ല നാമങ്ങളെല്ലാം അവനുള്ളതാണ്. ആകാശഭൂമികളിലുള്ളതെല്ലാം അവന്റെ മഹത്വം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ അജയ്യനും യുക്തിമാനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, ലില്ലാഹി തിസ്അത്തും വതിസ്ഊന ഇസ്മൻ മിഅത്തുൻ ഇല്ലാ വാഹിദതൻ ലാ യഹ്ഫളുഹാ അഹദുൻ ഇല്ലാ ദഖലൽ ജന്ന. അതിന്റെ അർത്ഥം, അല്ലാഹു തആലാക്ക് 99 നാമങ്ങളുണ്ട്. അവ ഹൃദിസ്ഥമാക്കിയവൻ നിശ്ചയം സ്വർഗത്തിൽ പ്രവേശിക്കും. അനസ് ചോദിച്ചു, ഏതൊക്കെയാണവ? ഉസ്താദ്, നമുക്ക് പഠിക്കാം. അപ്പൊ ഇനി നമ്മൾ അല്ലാഹു തആലയുടെ 99 പേരുകളാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. നമുക്കതൊന്ന് നോക്കാം. അല്ലാഹ്, അർ റഹ്മാൻ, അർ റഹീം, അൽ മലിക്, അൽ ഖുദ്ദൂസ്, അസ്സലാം, അൽ മുഅ്മിൻ, അൽ മുഹൈമിൻ, അൽ അസീസ്, അൽ ജബ്ബാർ, അൽ മുതകബ്ബിർ, അൽ ഖാലിഖ്, അൽ ബാരി, അൽ മുസവ്വിർ, അൽ ഗഫാർ, അൽ ഖഹാർ, അൽ വഹാബ്, അൽ റസാഖ്, അൽ ഫത്താഹ്, അൽ ഖലീം, അൽ ഖാബിൽ, അൽ ബാസിത്ത്, അൽ ഖാഫിൽ, അൽ റാഫി, അൽ മുഇസ്സു, അൽ മുദില്ലു, അസ്സമീർ, അൽ ബസീർ, അൽ ഹകം, അൽ അദിൽ, അൽ ലത്തീഫ്, അൽ ഖബീർ, അൽ ഹലീം, അൽ അലീം, അൽ ഗഫൂർ, അൽ ഷക്കൂർ, അൽ അലി, അൽ കബീർ, അൽ ഹഫീൽ, അൽ മുഖീത്ത്, അൽ ഹസീബ്, അൽ ജലീൽ, അൽ കരീം, അൽ റക്കീബ്, അൽ മുജീബ്, അൽ വാസി, അൽ ഹക്കീം, അൽ വദൂദ്, അൽ മജീദ്, അൽ ബാഇസ്, അൽ ഷഹീദ്, അൽ ഹഖ്, അൽ വക്കീൽ, അൽ ഖവിയ്യു, അൽ മത്തീനു, അൽ വലിയ്യു, അൽ ഹമീദ്, അൽ മുഹ്സി, അൽ മുബ്ദിഉ, അൽ മുഈദ്, അൽ മുഹ്യി, അൽ മുമീതു, അൽ ഹയ്യു, അൽ ഖയ്യൂം, അൽ വാജിദ്, അൽ മാജിദ്, അൽ വാഹിദ്, അൽ അഹദ്, അസ് സമദ്, അൽ ഖാദിർ, അൽ മുഖ്തദിർ, അൽ മുഖദ്ദിം, അൽ മുഅഖിർ, അൽ അവ്വൽ, അൽ ആഖിർ, അൽ ലാഹിർ, അൽ ബാത്തിൻ, അൽ വാലി, അൽ മുതഗാലി, അൽ ബർ, അൽ തവ്വാബ്, അൽ മുൻതഖിം, അൽ ഗഫൂവ്, അൽ റഊഫ്, മാലിക്കുൽ മുൽക്കി, ദുൽ ജലാലി വൽ ഇക്റാം, അൽ മുഖ്സിതു, അൽ ജാമിഉ, അൽ ഗനിയ്യു, അൽ മുഗ്നി, അൽ മാനി, അല്ലാർ, അൻ നാഫി, അൻ നൂർ, അൽ ഹാദി, അൽ ബദീ, അൽ ബാക്കി, അൽ വാരിസ്, അർ റഷീദ്, അസ് സബൂർ. ഈ ഇസ്മുകളോ ഇവയിൽ ചിലതോ മുഖേന അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കാൻ എളുപ്പമാണ്. ഖുർആൻ പറയുന്നു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഊഹു ബിഹാ. അതിന്റെ അർത്ഥം, അല്ലാഹു തആലാക്ക് അസ്മാഉൽ ഹുസ്ന ഉണ്ട്, അത് മുഖേന പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അബ്ദുക വ ഇബ്നു അബ്ദിക വ ഇബ്നു അമതിക നാസിയതി ബിയദിക മാലിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖലാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ അൻസൽതഹു ഫി കിതാബിക ഔ ഇസ്തഅ്സർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക അൻ തജ്അലൽ ഖുർആന റബീഇ ഖൽബി
വനൂറ സദിരി വജിലാഅ ഹുസ്നി വദഹാബ ഹമ്മി. അവിടുന്ന് പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവന്റെ എല്ലാ പ്രയാസങ്ങളും മനക്ലേശങ്ങളും അല്ലാഹു തആല തീർത്തു കൊടുക്കും, അവന് സന്തോഷം പകരമായി നൽകും. ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. ഈ പാഠത്തിൽ നമ്മൾ അല്ലാഹു തആലയുടെ 99 പേരുകൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ മഹത്വത്തെക്കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. നോക്കൂ. റബിയ അർത്ഥം സന്തോഷം അല്ലെങ്കിൽ വസന്തം. അബ്ദുൻ അടിമ. ജിലാ ഇല്ലാതാക്കുന്നത്. അമത്തുൻ അടിമ സ്ത്രീ. ഹമ്മുൻ മനക്ലേശം. നാസിയ മൂർദാവ്. ഹമ്മ് വിഷമം. ഖൽബ് അല്ലെങ്കിൽ സദർ, ഇതിന്റെ രണ്ടിന്റെ അർത്ഥം ഹൃദയം എന്നാണ്. തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നുജീബ്. അതിലെ ഒന്നാമത്തെ ചോദ്യം, അസ്മാ ഉൽ ഹുസ്നയുടെ മഹത്വത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? ഉത്തരം, അല്ലാഹു തആലാക്ക് 99 നാമങ്ങളുണ്ട്. അവ ഹൃദിസ്ഥമാക്കിയവൻ നിശ്ചയം സ്വർഗത്തിൽ പ്രവേശിക്കും. രണ്ടാമത്തെ ചോദ്യം, അസ്മാ ഉൽ ഹുസ്നയുടെ എണ്ണം എത്ര? ഉത്തരം 99. മൂന്നാമത്തെ ചോദ്യം, അസ്മാ ഉൽ ഹുസ്നയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ എന്തു പറഞ്ഞു? ഉത്തരം, വലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന ഫദഊഹു ബിഹാ. അതിന്റെ അർത്ഥം, അല്ലാഹു തആലാക്ക് അസ്മാ ഉൽ ഹുസ്ന ഉണ്ട്, അത് മുഖേന പ്രാർത്ഥിക്കുക. അവിടെ അറബി മാത്രം എഴുതിയാലും മതി. നാലാമത്തെ ചോദ്യം, അല്ലാഹു തആലയുടെ വിശേഷണങ്ങൾ നാം അറിഞ്ഞത് എങ്ങനെ? ഉത്തരം, അല്ലാഹു തആല അയച്ച നബിമാരിലൂടെ. തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നുക്കമ്മിൽ, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. ലില്ലാഹി ഡേഷ് ഇസ്മാ, അവിടെ പൂരിപ്പിക്കേണ്ടത് തിസ്അത്തും വതിസ്ഊന. ലില്ലാഹി തിസ്അത്തും വതിസ്ഊന ഇസ്മാ. 2. വലില്ലാഹിൽ അസ്മാ ഉഡേഷ് ഫദഊഹു ബിഹാ, അവിടെ പൂരിപ്പിക്കേണ്ടത് അൽ ഹുസ്ന. വലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന ഫദഊഹു ബിഹാ. 3. ലാ യഹ്ഫളുഹ അഹദുൻ ഇല്ലാ ഡേഷ് അൽ ജന്ന, അവിടെ പൂരിപ്പിക്കേണ്ടത് ദഖല. ലാ യഹ്ഫളുഹ അഹദുൻ ഇല്ലാ ദഖലൽ ജന്ന. തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം തഹസീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. അതിലെ ഒന്നാമത്തെ വർക്ക്, അസ്മാ ഉൽ ഹുസ്ന ചാർട്ടിൽ ഭംഗിയായി എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. ആ പ്രവർത്തനം നോക്കൂ. അല്ലാഹ്, അർ റഹ്മാൻ, അർ റഹീം, അൽ മലിക്, അൽ ഖുദ്ദൂസ്, അസ്സലാം, അൽ മുഅ്മിൻ, അൽ മുഹൈമിൻ, അൽ അസീസ്, അൽ ജബ്ബാർ, അൽ മുതകബ്ബിർ, അൽ ഖാലിഖ്, അൽ ബാരി, അൽ മുസവ്വിർ, അൽ ഗഫാർ, അൽ ഖഹാർ, അൽ വഹാബ്, അൽ റസാഖ്, അൽ ഫത്താഹ്, അൽ ഖലീം, അൽ ഖാബിൽ, അൽ ബാസിത്ത്, അൽ ഖാഫിൽ, അൽ റാഫി, അൽ മുഇസ്സു, അൽ മുദില്ലു, അൽ സമീർ, അൽ ബസീർ, അൽ ഹകം, അൽ അദിൽ, അൽ ലത്തീഫ്, അൽ ഖബീർ, അൽ ഹലീം, അൽ അലീം, അൽ ഗഫൂർ, അൽ ഷക്കൂർ, അൽ അലി, അൽ കബീർ, അൽ ഹഫീൽ, അൽ മുഖീത്ത്, അൽ ഹസീബ്, അൽ ജലീൽ, അൽ കരീം, അൽ റക്കീബ്, അൽ മുജീബ്, അൽ വാസി, അൽ ഹക്കീം, അൽ വദൂദ്. അൽ മജീദ്, അൽ ബാഇസ്, അൽ ഷഹീദ്, അൽ ഹഖ്, അൽ വക്കീൽ, അൽ ഖവിയ്യു, അൽ മത്തീനു, അൽ വലിയ്യു, അൽ ഹമീദ്, അൽ മുഹ്സി, അൽ മുബ്ദിഉ, അൽ മുഈദ്, അൽ മുഹ്യി, അൽ മുമീതു, അൽ ഹയ്യു, അൽ ഖയ്യൂം, അൽ വാജിദ്, അൽ മാജിദ്, അൽ വാഹിദ്, അൽ അഹദ്, അസ് സമദ്, അൽ ഖാദിർ, അൽ മുഖ്തദിർ, അൽ മുഖദ്ദിം, അൽ മുഅഖിർ, അൽ അവൽ, അൽ ആഖിർ, അൽ ലാഹിർ, അൽ ബാത്തിൻ, അൽ വാലി, അൽ മുതഗാലി, അൽ ബർ, അത്തവാബ്, അൽ മുൻതഖിം, അൽ ഗഫൂവ്, അർ റഊഫ്, മാലിക്കുൽ മുൽക്കി, ദുൽ ജലാലി വൽ ഇക്റാം, അൽ മുഖ്സിതു, അൽ ജാമിഉ, അൽ ഗനിയ്യു, അൽ മുഗ്നി, അൽ മാനി, അല്ലാർ, അൻ നാഫി,
അന്നൂർ, അൽ ഹാദി, അൽ ബദീ, അൽ ബാക്കി, അൽ വാരിസ്, അർ റഷീദ്, അസ്സബൂർ. നിങ്ങൾ ചാർട്ടിൽ ഇതുപോലെ കോഡുകളൊക്കെ ഇട്ടിട്ട് വൃത്തിയായിട്ട് നിങ്ങൾ ചാർട്ടിൽ എഴുതുക. തഹസീസ്, അതിലെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. അസ്മാ ഉൽ ഹുസ്ന മനപ്പാടമാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അത് നിത്യം ചൊല്ലുക. അപ്പൊ ഇവിടെ പഠിച്ചിട്ടുള്ള ആ പേരുകൾ നിങ്ങൾ മനപ്പാടം ചെയ്യുക. അത് നിങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇനി നോക്കൂ തഹസീസ്, അതിലെ മൂന്നാമത്തെ പ്രവർത്തനം. സൂറത്തുൽ ഹഷറിലെ 24 ആയത്തിന്റെ ആശയം ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. ആ പ്രവർത്തനം നോക്കൂ. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർള് വഹുവൽ അസീസുൽ ഹക്കീം. അതിന്റെ അർത്ഥം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആല സൃഷ്ടാവും നിർമ്മാതാവും രൂപരചയിതാവുമാണ്. നല്ല നാമങ്ങളെല്ലാം അവനുള്ളതാണ്. ആകാശഭൂമികളിലുള്ളതെല്ലാം അവന്റെ മഹത്വം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ അജയ്യനും യുക്തിമാനുമാണ്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.